മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ്. കലാമുല സ്വദേശി ഗഫൂറാണ് കൊല്ലപ്പെട്ടത്. ജീവൻ നഷ്ടപ്പെടുന്നവരെ കാത്തിരിക്കേണ്ടി വന്നില്ല. ഞങ്ങളൊക്കെ രാവിലെ 2-3 മണിക്ക് കുടുംബത്തിന്റെ പ്രയാസങ്ങളേക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നവരാ. ആ വണ്ടിയിലൊക്കെ കയറ്റുന്ന എപ്പോഴും പറഞ്ഞു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, പ്രതിഷേധം കരക്കുന്ന ഒരു സാഹചര്യം അവിടെ MLA അടക്കമുള്ളവരുണ്ട്. പക്ഷെ അതൊന്നും ഈ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ള പരാതി ഉയർന്നിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ തരത്തിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയൂ? ഏത് രീതിയിലാണ് ജനങ്ങളുടെ പ്രതിഷേധം? അപർണ, ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. നാട്ടുകാർ ഒരു തരത്തിലും മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പോലീസിനോട് പറയുന്നു. പോലീസ് തിരിച്ച് ഇത് ബലം പ്രയോഗിച്ച് ഈ സാഹചര്യം നേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന പോലെയാണ് കാണുന്നത്. നിലമ്പൂർ ഡിവൈഎസ്പി സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ DFO 3 കാര്യങ്ങൾ പ്രതിഷേധക്കാരോട് അറിയിച്ചിരുന്നു. ഈ ഗഫൂറിന്റെ കുടുംബത്തിന് ആശ്വാസധനമായിട്ടുള്ള 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ നാളെ തന്നെ അനുവദിക്കും. അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആശ്രിത നിയമനം നൽകാനുള്ള നടപടികൾ DFOയുടെ ഫോറസ്റ്റിന്റെ ജില്ലാ മേധാവിക്ക് നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ജോലി സാധ്യതകൾ അത് പരിഗണിക്കും. അത് മുകളിലേക്ക് ജോലി നൽകുന്നതിനെ കുറിച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് ഈ ഒരു ആളെ കൊല്ലി കടുവയെ പിടികൂടുവാൻ അരുൺ സഖറിന്റെ നേതൃത്വം ഡോക്ടർ അരുൺ സഖറിന്റെ നേതൃത്വത്തിലുള്ള 25 അംഗ സംഘം ഇവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ 3 കാര്യങ്ങളാണ് DFO നേരത്തെ ഈ പ്രതിഷേധക്കാർക്ക് മുൻപിൽ വെച്ചത്. AP അനിൽകുമാർ MLAയും ഈ സമയം ജനങ്ങളോട് സംസാരിച്ചിരുന്നു. ഇതിന് മയക്കുവെടിവെക്കുകയല്ല, കൊല്ലുകയാണ് വേണ്ടതെന്ന ജനങ്ങളുടെ അഭിപ്രായത്തോട് അദ്ദേഹവും യോജിച്ചു. വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയരുന്നുണ്ട്. മൃതദേഹം മുകളിൽ നിന്ന് ഞാനീ നിൽക്കുന്ന മേഖലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലാണ് ഈ ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം. അവിടെ നിന്ന് ഇപ്പോൾ മൃതദേഹം താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസിൽ മൃതദേഹം കയറ്റിയിട്ടുണ്ട്. പക്ഷേ ആംബുലൻസ് മുന്നോട്ട് പോകുവാൻ പ്രദേശവാസികൾ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത്. പ്രതിഷേധം തണുപ്പിക്കാൻ അധികൃതരുടെ ഉറപ്പിനെ ശാന്തരാക്കുവാൻ അധികൃതർ ഉറപ്പിനെ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇപ്പോഴും നിലമ്പൂർ ഡിവൈഎസ്പി നടത്തുന്ന സംഘം ഇപ്പോഴും ജനങ്ങളോട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ വലിയ വിഭാഗം പ്രതിഷേധവുമായി ഇപ്പോഴും ഉണ്ട്. ഈ ഉറപ്പുകൾ എഴുതി നൽകണം. സാധാരണ എല്ലായിടത്തും നൽകുന്നത് പോലെയുള്ള ഒരു ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മലപ്പുറം സബ് കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും
സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ പല തലങ്ങളിൽ ജനങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട്. ജനപ്രതിനിധികൾ പ്രശ്നത്തിന് ഇടപെടാൻ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രാദേശിക ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ ശക്തമായ ജനരോഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ ഒരു മേഖലയിൽ വന്യജീവി സാന്നിധ്യം, പ്രത്യേകിച്ച് കടുവയുടെ സാന്നിധ്യം ഈ ഒരു പ്രദേശത്ത് കണ്ടതായി റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും വനം വകുപ്പ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന വലിയൊരു പ്രതിഷേധമാണ്, വലിയ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ പ്രതിഷേധം എത്രമാത്രം ശക്തമാക്കാൻ കാരണം. ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞതിന് ശേഷമാണോ ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും മേഖലയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഭരണ രംഗത്തുള്ളവരും, സബ് കളക്ടറെ പോലെയുള്ള ഭരണനിർവഹണ രംഗത്തുള്ളവരും എല്ലാം തന്നെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ, ചർച്ചകൾ തുടരുക തന്നെയാണ്. പക്ഷേ പ്രതിഷേധവും കൂടുതൽ ഉയരുന്നുണ്ട്. അപർണ, കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം കൂടിയാണ്. അവിടുന്ന് സ്ഥിരമായിട്ട് ഈ തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് നടപടികളിലേക്ക്, പരാതികൾ ഉയർന്ന സമയത്ത് എന്ത് നടപടികളിലേക്ക് അധികൃതർ കടക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു മരണമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം വലിയ ഒരു ക്രൂരമായിട്ടുള്ള ഒരു മരണമുണ്ടാകുമ്പോഴാണ് പലപ്പോഴും അധികൃതർ എണീക്കാറുള്ളത്, നടപടികളിലേക്ക് കടക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ എത്തുകയും ചെയ്തു. അനുമോദ AP അനിൽകുമാർ MLA അടക്കമുള്ള അവിടെ എത്തി, മന്ത്രിയെ വിളിക്കും, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നെല്ലാം പറയുന്നത് ഉണ്ട്. ഈ മയക്കുവെടി വെക്കണം കടുവയെ എന്നുള്ള കാര്യത്തിനകത്തൊരു തീരുമാനമാകാനുള്ള ബുദ്ധിമുട്ട് എന്താണ്, കാലതാമസം എന്താണ്, അത് അത്തരം ആവശ്യങ്ങളൊക്കെ ഏത് തരത്തിലാണ് ഉയരുന്നത്? അപർണ, നേരത്തെ തന്നെ DFO അടക്കമുള്ളവർ ഇവിടെ എത്തി ജനങ്ങളുമായി സംസാരിച്ചിരുന്നു. അവർക്കൊക്കെ പറയാൻ കഴിയുന്ന, അവർ നൽകാൻ കഴിയുന്ന ഉറപ്പുകളെല്ലാം നൽകി. പക്ഷേ ഇവിടെ ഇനി വനമന്ത്രിയെ നേരിൽ വിളിച്ച് ഈ സാഹചര്യങ്ങൾ വ്യക്തമാക്കി കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ നൽകാം, എന്താ നടത്താം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിച്ചേർന്നുണ്ട്. എന്താണ് പക്ഷെ അത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു പ്രിയപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളി സുഹൃത്തിനാണ് ജീവൻ നഷ്ടമായത്. ഇത് നിരന്തരമായി രാവിലെ 2-3 മണിക്ക് ഈ സമയത്ത്, ഇത്രയും കാലം വറുതിയുടെ കാലമായിരുന്നു ഞങ്ങൾക്ക്, ടാപ്പിംഗ് ഇല്ലാതെ സ്വന്തം കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അകറ്റാൻ കഴിയാതെ വിശ്രമിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിപ്പോ ടാപ്പിംഗ് തുടങ്ങുന്ന സമയമാണത്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുടുംബത്തിന്റെ പ്രയാസങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി ഞങ്ങളൊരു പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ടാപ്പിംഗ് തൊഴിലാളിയെ ഗഫൂറാണ്, ഇന്ന് അദ്ദേഹം പുലർച്ചെ ജോലിക്ക് വേണ്ടി പോകുന്നു. അവിടെ വെച്ചാണ് ഇത്ര ദാരുണമായ സംഭവം ഉണ്ടായത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സംഭവം നടക്കേണ്ടി വന്നു, അതിന് കാത്തിരിക്കേണ്ടി വന്നു. ഇതിനു മുമ്പ് ഒരു സഹപ്രവർത്തകന്റെ 5ഓളം ആടുകൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു പട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന് പട്ടിനെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഇവിടെ അധികൃതരോട് പറഞ്ഞു തെളിവ് വേണം. പിന്നെ അധികൃതരോട് പഞ്ചായത്ത് പറയുമ്പോൾ അവരും തന്നെ ഇത് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നല്ലാതെ തീരുമാനം എടുക്കാൻ ഇവർ ചോദിക്കുന്നത് നമുക്ക് തെളിവ് കൊടുക്കണം. ഒരു പട്ടിനെ കൊണ്ടുപോയ തെളിവ് കൊടുക്കണം. എന്ത് തെളിവാ? ഞങ്ങൾ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയത് എന്ത് തെളിവാ നമുക്ക് കൊടുക്കാൻ കഴിയാ? പിടിക്കുന്ന തെളിവാണ് കൂട് വെക്കണമെങ്കിൽ. ഇതൊക്കെ എങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയും നമുക്ക്? ആളെ പിടിക്കുമ്പോൾ ഈ സ്പോട്ടിൽ വെച്ച് ഞങ്ങളോട് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരാന്ന് പറഞ്ഞ അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടുന്ന് ഈ ബോഡി കൊണ്ടുപോകും. അതിനുശേഷം ഈ ബോർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരുവിധ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അകറ്റാനോ ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ അകറ്റാനോ അധികാരി വർഗ്ഗങ്ങൾ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് പറയാം. ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ മമ്പാട് രാജൻ എന്നൊരു സഹപ്രവർത്തകൻ ജോലിക്ക് പോകുന്ന സമയത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് 5 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തത്. 5ഉം 10ഉം കിട്ടിയ ഒരു കുടുംബത്തിന്റെ പ്രയാസം തീരോ? ബാക്കി 5 ഇന്നേ വരെ കൊടുത്തിട്ടില്ല. അതും ഞങ്ങൾ തൊഴിലാളികൾ പ്രതിഷേധം നടത്തിയതിന്റെ ഭാഗമായി ഒരു കാരണവശാലും ഇത്തരത്തിൽ ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. മൃതദേഹം ഇവിടുത്തെ കൊണ്ടുപോകണം എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? മൃതദേഹം കൊണ്ടുപോകണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, ഞങ്ങൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പ് തരണം. അങ്ങനെ ഉറപ്പ് തന്നാലല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആ കുടുംബത്തിന് 1 കോടിയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം. ആ കുടുംബത്തിന് സ്ഥിരമായ ഒരു ജോലി കൊടുക്കണം. 2 കുഞ്ഞുമക്കളടങ്ങുന്ന 3 കുഞ്ഞുമക്കളടങ്ങുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഈ ഗഫൂർ എന്ന സഹപ്രവർത്തകൻ. അദ്ദേഹം ഒരു കട നടത്തുന്ന സമയത്ത് ആ കട ഒഴിവാക്കി താൽക്കാലികമായി ഒരു തോട്ടം വാടകയ്ക്കെടുത്ത് ആ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാ. ആ സുഹൃത്തിന് അറിയില്ല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ടി വന്നു. ഇങ്ങനെ ഒരു
ഇങ്ങനെ ഒരു പിന്നെ ഒരു അവസരം ഉണ്ടാവേണ്ടി വന്നു. ആ ഒരു ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്താൻ ഇനിയും ഒരു സഹപ്രവർത്തകനെയോ കന്നുകാലികളെയോ കൊലക്കൊടുക്കാൻ ഈ നാട്ടുകാരൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചതിൽ മൂന്നാമത്തെ ഒരു കാര്യം, ഈ കടുവയെ പിടികൂടാൻ മയക്കുവെടി വെക്കാൻ അരുൺ സെക്കൻഡറിയുള്ള സംഘം വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഡിഎഫ്ഒ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ സ്വീകാര്യമാണോ? ഒരിക്കലും സ്വീകാര്യമല്ല. കാരണം ഇത്രയും 3 വർഷത്തോളമായി പരാതി കൊടുത്ത് ഈ പ്രദേശവാസികൾ ഇതിന് കൃത്യമായിട്ടും കാര്യമായിട്ടും ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത്. ഇന്ന് ഈ സമയം വരെ ഞങ്ങളൊരു സഹപ്രവർത്തകന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വന്നു. ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയൂല. മയക്കുവെടി വെച്ചിട്ട് അതിനെ കടുവനെ മയക്കുവെടി വെച്ച് അതിനെ കൊല്ലണം. 2 വർഷത്തോളമായി ഇവിടുന്ന് മൃഗങ്ങളെ കൊണ്ടുപോയി തുടങ്ങിയിട്ട് ഇവിടെ ഈ മലയെന്ന് പിടിച്ചു അപ്പുറത്തെ മലയെ കൊണ്ടേ വിടും. എന്നിട്ട് എന്താ അത് വീണ്ടും ഈ കുന്നുമ്പോ മൃഗത്തിനെ കൊല്ലുന്ന പട്ടികള്, തെരുവ് പട്ടികൾ 100ഓളം പട്ടികൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. അതിനെ പോലും ഒന്നും ചെയ്യാൻ സർക്കാർ തയ്യാറാകണില്ല. ജനങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ നിരന്തരം ഭീഷണിയാണ് ഈ പട്ടികളെ കൊണ്ട്. അതിനൊരു ചെറുവിരൽ ഇവരനക്കണില്ല. നിരന്തരം ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി ശബ്ദമുയർത്തുന്നതാണ്. തെരുവ് പട്ടികൾക്ക് ഇതൊക്കെ ജനങ്ങൾക്ക് ഭീഷണിയാണ്. മൃഗസേനികൾ ഒരു ഭാഗത്തുണ്ട് എന്നിരിക്കെ പക്ഷെ ഇത്തരത്തിലുള്ള ഈ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ച് ആരോരും കൂട്ടിനില്ലാതെ കാടും മേടും മലകളും താണ്ടി ഒരു നുറുങ്ങുവട്ടത്തിന്റെ വെളിച്ചത്തിൽ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അകറ്റാൻ പോകുന്നവരാ. 2-3 മണിക്കാണ് അവർ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ആ സമയത്ത് ജോലിക്ക് പോകുന്നത് എന്തിനാ? 3 മണിക്കാണ് ഇതിലെ ബൈക്ക് വരും. എന്റെ വീട് തന്നെ 3 മണിക്കാണ് ഇതിലെ ബൈക്ക് പോകുന്നത്. അല്ലാതെ യൂസഫ് അലി ആകാൻ വേണ്ടി മല കയറുന്ന ആൾക്കാരല്ല. യൂസഫ് അലി ആകാൻ അംബാനി ആകാനൊന്നും വരുന്ന ആൾക്കാരല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ അത്രേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ കയറി പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും ഭീഷണിയാണ്. കാരണം ഇതൊക്കെ ഇതൊന്നും മലയല്ല, ഇതും മല ഫോറസ്റ്റ് ഒന്നും അല്ലാതെ ഇതൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോ അവര് 4 ദിവസം മുന്നേ കേട്ടോ ഇവിടെ കേരള സ്റ്റേറ്റ് പാന്താരണ പ്രദേശത്ത് കണ്ടത്. അത് 3 സ്ഥലത്താണ്. ഒരു പ്രാവശ്യം കടുവയെ കണ്ടത് ഈ ഭാഗത്ത് ഒരു മാസമായിട്ടുള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത്